നമസ്കാരം, ഞാൻ ബിജീഷ് വള്ളൂർ. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, ഈ ഒരു ട്രെൻഡ് നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം. അതിന് മുൻപ് തന്നെയായിട്ട് നിഫ്റ്റിയിൽ നമുക്കൊരു ലോങ് ടൈം വ്യൂ എപ്പോഴും ശ്രദ്ധിക്കാം. നമുക്ക് എപ്പോഴും മാർക്കറ്റിൻ്റെ ഒരു ലോങ് ടൈം വ്യൂ ശരിയായാലാണ് നമുക്ക് ആ ഒരു ഷോർട്ട് ടൈം ട്രെൻഡ് ക്ലിയർ ആകുന്നത്. ഇപ്പോൾ നിഫ്റ്റിയിലും ഈ ഒരു മൊമെൻറ്റം നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു മൊമെൻറ്റം മുതൽ നമ്മൾ ശ്രദ്ധിക്കാം. അതായത് ഈ ഒരു ലെവലിൽ നിന്നാണ് ഇവൻ്റ് കഴിഞ്ഞതിന് ശേഷം ആ ഒരു മൂവ്മെൻറ്റ് വന്നിരുന്നത്. നമ്മളതിലും സൂചിപ്പിച്ചിരുന്നു ഈ ഒരു ലോ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ലോ ഒരു താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ഹ്യൂജ് ആയിട്ടുള്ളൊരു ട്രെൻഡ് റിവേഴ്സൽ മാർക്കറ്റിൽ അത് സംഭവിക്കുന്നത്. അപ്പം അതിനുശേഷമായാലും നിഫ്റ്റിയിലും മൊമെൻറ്റം സ്ട്രോങ് ആയിട്ടുള്ളൊരു അപ്പ് മൂവ്മെൻറ്റം ആയിരുന്നു. അതിനുശേഷമായാലും പ്രോഫിറ്റ് ബുക്കിൻ്റെ ഒരു സാധ്യത നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു ലെവലിൻ്റെ താഴത്തേക്കും മാർക്കറ്റ് ക്ലോസിങ് ഇതുവരെ നിലനിർത്തിയിട്ടിരുന്നില്ല. നമ്മൾ ഓരോ ലെവല് മുകളിലേക്ക് കയറുമ്പോഴും നമ്മൾ റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ടുകൾ നൽകിയിരുന്നു. ഈ ഒരു ലെവല് ഹയർ ലെവൽ 23,200 സപ്പോർട്ട് നൽകിയിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ആഴ്ചകളുടെ 23,800 സപ്പോർട്ട് നൽകിയിരുന്നു. അപ്പോൾ ഈ ഒരു സപ്പോർട്ടുകളൊന്നും നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതായത് ചെറിയൊരു റിവേഴ്സലിൻ്റെ സാധ്യത പോലും നിഫ്റ്റി അത് കാണിക്കാതെയാണ് ഈ ഒരു ലെവലിൽ നിന്ന് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ നിഫ്റ്റിയിലായാലും ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് 23,800 വളരെ ശ്രദ്ധിക്കണം. 23,800 കാരണം ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടില്ല. ഈ ഒരു വലിയൊരു അപ്പ് മൂവ്മെന്റ് നടത്തിയതിന് ശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് മാർക്കറ്റിൽ കിട്ടിയിട്ടില്ല. റൈറ്റ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മാർക്കറ്റിൽ വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ 23,800 താഴത്തേക്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്ത് ശ്രദ്ധിക്കണം. ലോവർ ലെവലിൽ സപ്പോർട്ട് ഉണ്ട്, 23,600 അടുത്തൊക്കെ സപ്പോർട്ട് ഉണ്ട്. എന്നിരുന്നാലും ഇങ്ങനത്തെ ഒരു ട്രെൻഡ്, അതായത് സ്ട്രോങ് ആയിട്ട് ഈ ഒരു അപ്പ് മൂവ്മെന്റ് പറയുന്ന ഒരു സപ്പോർട്ട് ലെവലിന്റെ താഴത്തേക്ക് നിലനിർത്തി കഴിഞ്ഞാൽ മാർക്കറ്റിനൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും ശ്രദ്ധിക്കേണ്ട ഏരിയ 23,800, 23,600 ആ ഒരു രണ്ട് ഏരിയകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു രണ്ട് ഏരിയയുടെ താഴെ നിലനിർത്തി കഴിഞ്ഞാൽ എത്രത്തോളം താഴത്തേക്ക് വരുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഈ രണ്ട് ഏരിയ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു ട്രെൻഡിന്റെ ഒരു കണ്ടിന്യൂഷനാണ് മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും 23,800 സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡിന്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടും. അല്ലെങ്കിൽ ലോവർ ലെവൽ 23,600 അടുത്തായിരിക്കും എക്സാക്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് ഒരു സപ്പോർട്ടുകൾ നോക്കാം. നമുക്കൊരു ചെറിയൊരു ടൈം ഫ്രെയിമിൽ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ തന്നെ നമുക്കത് നോക്കാവുന്നതാണ്. 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണെങ്കിൽ നിഫ്റ്റിയിലായാലും 24,060, അതുപോലെ തന്നെ 24,130 ഈ രണ്ട് സപ്പോർട്ടുകൾ ഹയർ ലെവല് കുറച്ച് നല്ല റെസിസ്റ്റൻസുകളാണ്. സപ്പോർട്ടല്ല, റെസിസ്റ്റൻസ് 24,130, അതുപോലെ തന്നെ 24,060. ഇൻട്രാഡേയിൽ മാർക്കറ്റിൽ ഒരു പ്രഷർ വന്നിട്ടുണ്ട്. ഇതുവരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് ആണ് മാർക്കറ്റിൽ നടത്തിയിരുന്നത്. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ ഒരു പ്രഷർ മാർക്കറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് ബൈ ഓപ്പർച്യൂണിറ്റി. 24,060 റെസിസ്റ്റൻസ് വരുന്നത്. 24,060 മുകളിൽ ഓപ്പൺ ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇത് രണ്ടും റെസിസ്റ്റൻസ് ഏരിയ ആണ്. 24,130, 24,060 ബ്രേക്ക് ചെയ്താൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരും, ശ്രദ്ധിക്കണം. അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 24,060 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ പ്രോഫിറ്റ് ബുക്കിനാണ് സാധ്യത. ലോവർ ലെവല് സപ്പോർട്ടുകൾ കാണുന്നത് 23,980, 23,910. ഇനി സപ്പോർട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട്, ഈ ഒരു ലെവലിൽ സപ്പോർട്ട് ഉണ്ടെങ്കിലും അത് എത്രത്തോളം വർക്ക് ചെയ്യുമെന്ന് അറിയില്ല. സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടുകൾ കാണുന്നത് 23,800 റേഞ്ചിന്റെ അടുത്താണ് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 23,950 താഴെയാണെങ്കിൽ ചെറിയ ടൈം ഫ്ലാഷ് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 910 സപ്പോർട്ട്, 910 ബ്രേക്ക് ചെയ്താൽ 23,800, 830 സപ്പോർട്ട്. ഇനി ബയേഴ്സിനായാലും നല്ലൊരു സപ്പോർട്ട് ഏരിയ എന്നുള്ളൊരു ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകാം. മാർക്കറ്റ് കുറച്ചൊരു സ്ട്രഗിൾ ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് 23,800 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലാണ്. ആ ഒരു ഏരിയ ക്ലോസിംഗ് ലെവലിലും ഇൻട്രാഡേ ലെവലിലും നിലനിർത്തുന്നുണ്ടെങ്കിൽ ആണ് നല്ലൊരു ബൈ ഓപ്പർച്യൂണിറ്റി. അല്ലെങ്കിൽ അതിന്റെ താഴെ 23,666 സപ്പോർട്ടാണ്, 23,700 റേഞ്ച് സപ്പോർട്ടാണ്. ലോവർ ലെവൽ ഇത് രണ്ടും സപ്പോർട്ടാണ്. ഇപ്പോൾ നല്ല സപ്പോർട്ട് എന്നുള്ളൊരു ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകാവുന്നതാണ്.
അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 24,130 മുകളിലാണെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിമിൽ കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യുക. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. 23,130 മുകളിൽ 24,200 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക. 24,200 മുകളിലേക്ക് പോയാലും 24,200 തന്നെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക. അതായത് ട്രെൻഡ് നിലനിർത്താനുള്ള സപ്പോർട്ടായിട്ട് 24,200 നിലനിർത്താവുന്നതാണ്. അപ്പോൾ നിഫ്റ്റിയിൽ അതിൽ ഇത്തരം സപ്പോർട്ടുകൾ അനുസരിച്ച് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡിൽ നിലനിൽക്കുക. ബാങ്ക് നിഫ്റ്റി സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി ആയാലും കഴിഞ്ഞ ദിവസത്തിൽ സംഭവിച്ചു നോക്കാം. എക്സാക്റ്റ് ആയിട്ട് നമ്മൾ നൽകിയിരിക്കുന്ന ആ ഒരു സപ്പോർട്ടിൽ നിന്നാണ് ബൗൺസ് നടത്തിയിരുന്നത്. ഈ രണ്ട് റേഞ്ച് റെസിസ്റ്റൻസ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് 52,950, അതുപോലെ തന്നെ 52,101. ഇത് രണ്ട് റെസിസ്റ്റൻസ് ആണ് സൂചിപ്പിച്ചിരുന്നു. നമുക്ക് ബാങ്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള, അതുപോലെ തന്നെ 52,400 നമ്മൾ സപ്പോർട്ട് നൽകിയിരുന്നത്. ബാങ്ക് നിഫ്റ്റി ബൗൺസ് ചെയ്ത് ഏത് ഏരിയ എന്ന് ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റി ബൗൺസ് ചെയ്തിരിക്കുന്നത് 52,419 ബൗൺസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ആയാലും റൈറ്റ് സപ്പോർട്ട് ഏതാണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആയാലും ഇനി ലോവർ ലെവലിൽ കുറച്ച് നല്ല സപ്പോർട്ടുകൾ 51,930, 52,010 ഈ ഒരു റേഞ്ചാണ് കുറച്ചൊരു നല്ലൊരു സപ്പോർട്ട് വരുന്നത്. 51,930 നിലനിൽക്കുന്നുണ്ടോ എന്ന് അടിസ്ഥാനമാക്കിയായിരിക്കും ഇൻട്രാഡേയിലെ ആ ഒരു ട്രെൻഡ്. ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസിനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് 52,400 താഴെയാണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിന് തന്നെയാണ് സാധ്യത. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 52,400 മുകളിലാണെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി 52,850 അടുത്ത റെസിസ്റ്റൻസ്, 53,030 അടുത്ത റെസിസ്റ്റൻസ്. ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 52,850 താഴെയാണെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് സാധ്യത. 52,400 കൂടി ബ്രേക്ക് ചെയ്താൽ പ്രോഫിറ്റ് ബുക്കിന് സാധ്യത വരും. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഇത്തരം ലെവലുകൾ അനുസരിച്ച് മാനേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിൻ നിഫ്റ്റി നമുക്ക് നോക്കാം. പിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആയാലും 23,685, 730 റെസിസ്റ്റൻസ് ഏരിയ നമ്മളത് സൂചിപ്പിച്ചു തരുന്നത്. റേഞ്ച് റെസിസ്റ്റൻസ് ഏരിയ ആണത്. അതുപോലെ തന്നെ സപ്പോർട്ട് 23,565 ഒരു ബൗൺസ് കിട്ടിയിരുന്നു. അതുപോലെ തന്നെ ഫിൻ നിഫ്റ്റി 505 ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. പിന്നെ 410 നമ്മൾ സപ്പോർട്ട് നൽകിയിരുന്നത്. അപ്പോൾ 410 ആ ഒരു ലെവലിലാണ് ഫിൻ നിഫ്റ്റി നിലനിൽക്കുന്നത്. നമുക്ക് ഫിൻ നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. അതുപോലെ തന്നെ ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആണെങ്കിൽ ഹയർ ലെവൽ 23,430 റെസിസ്റ്റൻസ്, 420 താഴെ ഒരു ഓപ്പണിംഗ് പ്രോഫിറ്റ് ബുക്കിനാണ് സാധ്യത. ചെറിയ ടൈം ഫ്ലാഷ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 430 മുകളിൽ ഓപ്പൺ ചെയ്താൽ ഇതിന്റെ താഴത്തേക്ക് സസ്റ്റൈൻ ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു ലെവലിൽ നിന്ന് ബൈർ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിമിന്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ റെസിസ്റ്റൻസ് 23,600 റൈറ്റ് ആയിട്ട് റെസിസ്റ്റൻസ് കാണുന്നത്. 23,400 സസ്റ്റൈൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക ബൈ പൊസിഷൻ ഹോൾഡ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന രണ്ട് റേഞ്ചിന്റെ ഇടയിലാണെങ്കിൽ റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നുള്ള ഒരു ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻസ് നൽകാവുന്നതാണ്. കുറച്ചൊരു സ്ട്രോങ് സപ്പോർട്ട് വരുന്നത് 23,220 അടുത്ത്, 200 അടുത്താണ് ഈ ഒരു റേഞ്ച്. അതുപോലെ 23,110 ഈ രണ്ടാണ് കുറച്ചൊരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടുകൾ വരുന്നത്. ഇത് രണ്ട് നല്ലൊരു സപ്പോർട്ടാണ്. ഈ രണ്ട് സപ്പോർട്ട് നിലനിർത്തുന്നതുകൊണ്ട് അടിസ്ഥാനമാക്കിയായിരിക്കും ഇൻട്രാഡേ ട്രെൻഡ് വരും ദിവസങ്ങളിൽ തീരുമാനിക്കാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് സപ്പോർട്ടിലാണെങ്കിൽ 23,185 ഹോൾഡ് ചെയ്തുകൊണ്ട് 23,207 സസ്റ്റൈൻ ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. മാർക്കറ്റിന്റെ വലിയ ദിവസമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.